സാറിൻ്റെ ഫാമിലിയെക്കുറിച്ചൊന്ന്. എൻ്റെ ഫാമിലി, എൻ്റെ ഭാര്യ ബാംഗ്ലൂരിൽ നിന്നാണ്, തലശ്ശേരിക്കാരി. പിന്നെ ഒരു മൂത്ത മോളാണ്, അവൾ MBA കഴിഞ്ഞിപ്പോൾ ബാംഗ്ലൂരിലുണ്ട്. മകൻ ബിസിനസ് മാനേജ്മെൻറ്റ് സിംഗപ്പൂരിൽ പഠിക്കുന്നു. സാറ് വളരെ തിരക്കേറിയ ഈ ബിസിനസ് ജീവിതത്തിലും സാറ് ഒരു ഫാമിലിയുടെ സപ്പോർട്ട് എത്രമാത്രം സാറിന് കിട്ടുന്നുണ്ട്? അതാണ് എൻ്റെ വിജയം. വിത്തൗട്ട് ഒരു ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു മനുഷ്യന് ഒരിക്കലും സക്സസ് ആവാൻ പറ്റില്ല. ലൈഫിലും ആയിക്കോട്ടെ, അതൊരു ബിസിനസ്സിലായിക്കോട്ടെ. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആ സമയത്തൊക്കെ മാഡം നോക്കുമായിരുന്നു? മാഡം നോക്കാം. കാരണം ഈ ബിസിനസ്സിൻ്റെ കാര്യം എന്തെങ്കിലും അഡ്വൈസ് ചെയ്യാറുണ്ടോ? ഭാര്യയുടെ ഇതുകൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും, പല സമയത്തും. ഈ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ സപ്പോർട്ട് ചെയ്തു, കാരണം മെൻ്റലി ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നു. വളരെ ഇതാണ്. ഇത്രയും സാർ വളരെ ഈ ഒരു ഡെവലപ്പ് ചെയ്തു, ഇത്രയും ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരനായി മാറി. ഈ ജീവിതത്തിൽ ആരോടെങ്കിലും ഒരു കടപ്പാട് പലരോടുണ്ട്. എൻ്റെ മൂത്ത ചേട്ടനോടുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ കടപ്പാട് എൻ്റെ ഭാര്യ, തീർച്ചയായും. പിന്നെ എൻ്റെ തൊഴിലാളികൾ, എന്നോടൊപ്പം നിൽക്കുന്ന തൊഴിലാളികൾ, എൻ്റെ എല്ലാവരും, അവരോടൊക്കെ കടപ്പാടുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവിനെ നഷ്ടപ്പെട്ട സാറിന് അമ്മയുടെ ഭാഗത്തു നിന്ന് സാറിന് ഒരു എന്തൊക്കെ ഉപദേശമാണ് നമുക്കൊരു സൊസൈറ്റിക്ക് വേണ്ടി സെർവ് ചെയ്യാൻ? കാരണം നമ്മളിപ്പോൾ അഫ്കോഴ്സ് നമ്മളിപ്പോൾ ഒരു ഡെഡിക്കേറ്റ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിട്ടേണിങ് സൊസൈറ്റിക്ക് ഉണ്ടാവും. എന്തായാലും നമ്മൾ ഏണിങ് ആൻഡ് റിട്ടേണിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സൊസൈറ്റിയുമായിട്ട് വിത്തൗട്ട് സൊസൈറ്റി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സൊസൈറ്റിയും കൂടെ ചേർന്നാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്. തീർച്ചയായും അത് എന്താ ഉപദേശമാണ് സാറിൻ്റെ അമ്മ സാറിന് തന്നിട്ടുള്ളത്? ഇത്രയൊക്കെ അഫ്കോഴ്സ് ഞാൻ വിചാരിക്കുന്നുണ്ട്, ഞാൻ കരുതുന്നു, കാരണം ഇത്രയൊക്കെ സക്സസ്ഫുൾ ആവാൻ ഒരു പരിധിവരെ സാറിൻ്റെ അമ്മയുടെ ഒരു പ്രാർത്ഥന ഉണ്ടാവും, അമ്മയുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. അമ്മ നൽകിയ ഉപദേശം, വളരെ കുഞ്ഞുനാളിൽ അച്ഛനില്ലാതെ വളരുമ്പോൾ അമ്മയുടെ ഏറ്റവും വലിയ ഉപദേശം സാറിന് കിട്ടിയിട്ടുണ്ടാവും. എന്തൊക്കെയായിരുന്നു സാർ അത്? ഉപദേശങ്ങൾ, അമ്മ വളരെ പൊസസീവായിരുന്നു. അച്ഛൻ മരിച്ചതോടുകൂടി അവസാനത്തെ മകനായിരുന്നു. അത് എനിക്ക് പലപ്പോഴും എനിക്ക് പല പരിമിതികളും ഉണ്ടായി അതുകൊണ്ട്. കാരണം അമ്മ തൃശ്ശൂർ വിട്ട് എവിടേക്കും പറഞ്ഞു വിടില്ല. അപ്പോൾ എനിക്ക് പുറം ലോകമായിട്ടൊരു ഇതുണ്ടായിരുന്നില്ല. പൂനെയിൽ വരുന്നതും ആരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. സാർ, ഇതൊരു സാറിൻ്റെ ഇപ്പോൾ കമ്പനിയെക്കുറിച്ച് പറഞ്ഞു. കമ്പനിയുടെ സാറിൻ്റെ ഫ്യൂച്ചറിൽ സാർ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് സാറിൻ്റെ സ്വപ്നങ്ങൾ? ഇപ്പോൾ നമ്മൾ 100 കോടിയേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇതിൻ്റെ ടേൺ ഓവർ ഉണ്ട്. ഇനി ഞങ്ങൾ പല മൾട്ടിനാഷണൽസ്, അമേരിക്കൻ കമ്പനീസ് ഞങ്ങളായിട്ട് JVക്ക് ജോയിൻറ്റ് വെഞ്ചറിന് വേണ്ടി ഇപ്പോൾ അടുത്ത് തന്നെ ഞങ്ങളുടെ ഒരു JV ഉണ്ടായിരിക്കും. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു വലിയ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് വേറൊരു പുതിയ ലൊക്കേഷനിൽ മാറുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ പ്രോഡക്റ്റ് JVയിലേക്കായിരിക്കും പോവുക. ഇപ്പോൾ ഫ്ലോർ കോട്ടിങ്സ്, അതുപോലെ പല പ്രോഡക്ട്സുകളും ഇപ്പോൾ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളുടെ വുഡ് കോട്ടിങ്സ്, ഞങ്ങളുടെ ആദ്യത്തെ പ്രോഡക്റ്റായിരുന്നു യൂക്കോട്ട്. അത് നിർത്തിക്കഴിഞ്ഞ് പിന്നെ രണ്ടാമത് കൊണ്ടുവന്നത് കേരളത്തിലായിരുന്നു കഴിഞ്ഞ 2 കൊല്ലം മുമ്പ്. ഇനിയിപ്പോൾ കേരളത്തിലത്തെ മാർക്കറ്റിലേക്ക് ഞങ്ങൾ പല പ്രോഡക്ട്സുകളും ഇറക്കാൻ പോകുന്നുണ്ട്. തീർച്ചയായും കേരളത്തിലെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റും കൂടിയാണ്. കൺസ്യൂമർ സ്റ്റേറ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കൺസ്യൂമറിനെ സ്വീകരിക്കാൻ പറ്റുന്നത് കേരളത്തിൽ നമുക്ക് കിട്ടും ചെയ്യും, നല്ല കൺസ്യൂമേഴ്സിനെ. പിന്നെ അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ ഞങ്ങളൊരു 500 കോടി ആക്കണം എന്നുള്ളതാണ് സാറിൻ്റെ ഒരു പ്ലാൻ, മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. ഒരുപാട് ഡീലേഴ്സ് ഉണ്ടല്ലോ സാർ, വളരെ കേരളത്തിൻ്റെ മെയിൻ ഡീലേഴ്സൊക്കെ? കേരളത്തിൽ ഞങ്ങൾക്കൊരു ഡീലറുണ്ട് കൊച്ചിയിൽ. കൊച്ചിയിൽ തന്നെയാണ്. സാറിൻ്റെ പ്രധാനപ്പെട്ട ഹോബീസ് എന്തൊക്കെയാണ് സാർ? ഹോബീസ്, ഞാൻ പ്രവൃത്തിയില്ലാത്ത സമയത്ത് ആർക്കിടെക്ചർ, ഇൻറ്റീരിയർ ഡെക്കറേഷൻ, ഇതൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ സാറിൻ്റെ ഈ മനോഹരമായ വീട് സാർ തന്നെയാണ് ഡിസൈൻ ചെയ്തത്? എല്ലാം ഡിസൈൻ ചെയ്ത്, എൻ്റെ കമ്പനി എല്ലാം ഡിസൈൻ ചെയ്ത്. പിന്നെ എൻ്റെ വീട്, ഗാർഡനിങ്, അതുപോലെ ഫാം ഹൗസ് ഉണ്ട്, അവിടെ എല്ലാ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ഞാൻ തന്നെയാണ്. എല്ലാം സാർ തന്നെ ഡിസൈൻ ചെയ്യുന്നത്. വളരെ മനോഹരമായിരിക്കുന്നു ഈ വീട്. അപ്പോൾ സാർ നമ്മുടെ പ്രേക്ഷകരോട് വേണ്ടി സാർ, ഞാൻ പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ വരുന്ന ഒരു എൻ്റർപ്രണർക്ക്, അദ്ദേഹത്തിന് ഒരു സക്സസ്ഫുൾ എൻ്റർപ്രണർ ആവാൻ സാറിൻ്റെ അനുഭവത്തിൽ നിന്നും സാർ ഇത്രയും നാളെടുത്ത ഹാർഡ് വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ഉപദേശമായിരിക്കും അവർക്ക് സാർ കൊടുക്കാൻ സാധിക്കുക? സത്യസന്ധത, പിന്നെ കഠിനാധ്വാനം, വേഗത,
ചിന്തയിലും പ്രവൃത്തിയിലും. അത് വളരെ സ്പീഡ് ഈസ് മണി എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ചിന്തയും പ്രവൃത്തിയും തന്നെ വളരെ വേഗതയിലായിരിക്കണം. ഇതൊക്കെയാണ് ഒരു ഓണ്ടർപ്രണർക്ക് അത്യാവശ്യമായ ഘടകങ്ങൾ. ഫോക്കസ്ഡ് എഫേർട്സ്, അഡാപ്റ്റബിലിറ്റി, പിന്നെ ഇന്നോവേഷൻ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. വളരെ സന്തോഷം സാർ. കാരണം നമ്മുടെ കേരള വിഷൻ ചാനലിന് വേണ്ടി വളരെ തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം അനുവദിച്ചു തരികയും വളരെ രസകരമായ അനുഭവങ്ങൾ, സാറിൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് 1000 നന്ദി. ഈ അഭിമുഖത്തിലൂടെ സുഭാഷ് CP എന്ന ഒരു ബിസിനസ്സുകാരനല്ല നമ്മൾ കാണാൻ കഴിഞ്ഞത്, ഒരു വലിയ കലാകാരനെയും കൂടിയാണ്. കാരണം ഇന്ന് ബിസിനസ്സുകാരനാണെങ്കിൽ പോലും ഒരു കലാകാരനാകാത്തതിൽ അതിയായ ദുഃഖവും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കല, വളരെ സംഗീതം അതിമനോഹരമായിരിക്കുന്നു. ജീവിതത്തിൽ അദ്ദേഹം എടുത്ത ആ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ പിന്നോട്ട് പോകാതെ അത് നമുക്ക് നേടിയെടുക്കണം എന്നുള്ള വാശി കഠിനാധ്വാനം കൊണ്ട് നേടിയെടുക്കുകയും ചെയ്തു. ഇന്ത്യയിലെ നമ്പർ 1 ഫ്ലോറിംഗ് പവർ കോട്ടിങ്ങിലേക്ക് അദ്ദേഹത്തിൻ്റെ കമ്പനിയെ ആദ്യമായി ഇന്ത്യയിലേക്ക് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എത്തിച്ചേർക്കുകയും ചെയ്തു. നമുക്കെല്ലാ മലയാളികൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണത്. സുഭാഷ് CPയുടെ ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്കൊരു മാതൃകയാകട്ടെ. നമുക്കൊരുമിച്ച് അദ്ദേഹത്തിൻ്റെ ഉന്നമനത്തിനും ഉയരത്തിനും വേണ്ടി ഇനിയും പ്രാർത്ഥിക്കാം. ഒരുപാട് ഉയരങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം എത്തട്ടെ എന്ന് ഞാൻ സർവേഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം. കേരളത്തിൽ നിന്ന് വളരെയേറെ ജോലി തിരക്കിൽ നിന്ന് വന്ന മിസ്റ്റർ മുഹമ്മദ് റഫീഖിനോടും കേരള വിഷനോടും എൻ്റെ നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം. കേരളത്തിലെ അച്യുത മേനോൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? ചോദ്യം ഇതാണ്. കേരള മുഖ്യമന്ത്രി അച്യുത മേനോൻ ആയിരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു എന്നാണ്. ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.